പെൺകുട്ടിക്ക് സ്വർണം എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ നല്ലൊരു വീടും 20 ലക്ഷത്തിൽ കുറയാത്ത ഫിനാൻസ് ഇല്ലാത്തൊരു കാറും കിട്ടണം. സ്ത്രീധനം ചോദിക്കാനൊന്നും പാടില്ല എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഞാൻ പറയില്ല. കാരണം എൻ്റെ മോൾക്കിപ്പോ 5-6 കോടി രൂപ കൊടുത്താ ഞാൻ കെട്ടിച്ചുവിട്ടത്. ഇനി എന്താന്ന് വെച്ചാ ചേച്ചിക്ക് തീരുമാനിക്കാം. അപ്പൊ നീ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടല്ലേ എന്റെ വീട്ടിലോട്ട് വന്നത്? അയ്യോ, അത് അല്ല ചേച്ചി. ഞങ്ങൾ വന്നത് യാദൃച്ഛികം മാത്രം. പിന്നീടുള്ളത് സത്യം. നീ ചോദിച്ചതൊന്നും തരാൻ എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നീ ഇത്രയും വലിയൊരു തുക ചോദിച്ചത്. ഏത് നടുക്കടലിൽ ചെന്നാലും വേണ്ട, ഒന്നും പറയണ്ട. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞതാ ഈ ബന്ധം നടക്കില്ല എന്ന്. ഭാവനെ, നീ വന്നേ. ഞാൻ ഇനി ഇവിടെ വന്നാൽ ശരിയാവത്തില്ല. സേതുട്ടാ, ഒന്ന് സമാധാനപ്പെടുക. പിന്നെന്താ ഭാവന ഇത്? ഇവിടെ നടക്കുന്ന കല്യാണ ആലോചനയോ അതോ കച്ചവടോ? സംശയിക്കണ സേതു, കച്ചവടം തന്നെ. ഒരു ഡോക്ടറെ മരുമകനായും അളിയനായും കിട്ടണമെങ്കിൽ നല്ല കാശ് മുടക്കേണ്ടി വരും. എന്താ വേണ്ടെന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. വാ, ഇനിയും ഞാനിവിടെ നിന്നാൽ ശരിയാവത്തില്ല. ഒരാളുടെ വീട്ടിൽ കയറി വന്നൊന്ന് സംസാരിക്കുന്നതിനൊരു മര്യാദ വേണമല്ലോ. അതൊന്നും സാരമല്ലോ ചേച്ചി. ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു. മതി മോഹന, നിന്റെ ഈ ചേച്ചി എന്നുള്ള വിളിയും നിന്റെ സ്വീകരണവും അതെന്നെ പരിഹസിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? ഇതിനേക്കാൾ നല്ലത് എന്നെ വല്ല നടുക്കടലിലും കൊണ്ട് തള്ളുന്നായിരുന്നു. സേതു വാടാ. ഭാവന, ഞാൻ പറഞ്ഞത് തമാശയല്ല എന്ന് ഒന്ന് ചേച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടാ. എല്ലാം പിന്നാലെ നിനക്ക് മനസ്സിലാവും.